ആ ഒട്ടകത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിന് പ്രായത്തിൻ്റെ ദൗർബല്യങ്ങൾ ആ ഒട്ടകത്തെ ബാധിച്ചിരുന്നില്ല എന്നതാണ്. മറ്റൊട്ടകങ്ങളൊക്കെ പ്രായമായി. കാരണം ഹിജറ വരുന്നത്, മദീനയിലേക്ക് എത്തുന്നത് നുബുവത്തിൻ്റെ 13-ാം വർഷം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10 വർഷം ഹബീബിൻ്റെ കൂടെ ഒട്ടകമുണ്ട്, മക്കയിൽ ഈ ഒട്ടകമുണ്ട്. ആ ഒട്ടകത്തിന് ക്ഷീണം വരാറില്ല. ആ ഒട്ടകത്തിന് മറ്റൊട്ടകങ്ങളെപ്പോലെ പ്രായം കാണിക്കാറില്ല. അങ്ങനത്തെ ഏത് മൃഗവും നബി ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഏത് മൃഗത്തിൻ്റെ മുകളിലും ഹബീബിന് വഹി വന്നാൽ ആ മൃഗം വഹയിൻ്റെ ഭാരം കൊണ്ട് ഇരുന്നു പോകുമായിരുന്നു. മൃഗം കണ്ട് ഇരിക്കും. ഏത് കുതിരയാണെങ്കിലും ജിബ്രീൽ തങ്ങൾ വഹയുമായി വന്നാൽ തങ്ങൾ വാഹനപ്പുറത്തിരിക്കുകയാണെങ്കിൽ വാഹനം അങ്ങ് ഇരുന്നു പോകും. കസ്വ ഇരിക്കുമായിരുന്നില്ല. അത് കസ്വയുടെ പ്രത്യേകതയാണ്. കസ്വ ഒട്ടകം അങ്ങനെ നിൽക്കും വഹി തീരുന്നവരെ, എന്നിട്ട് നടന്നു തുടങ്ങും. പക്ഷെ ആ ഒട്ടകം ഇരിക്കൂല. അത്രയും കരുത്തുള്ള ഒരൊട്ടകം. ആ ഒട്ടകപ്പുറത്ത് നബി തങ്ങൾ തബൂക്കിലേക്ക് എത്തിയപ്പോൾ ഈ ഒട്ടകം വഴിതെറ്റിപ്പോയി. തങ്ങൾ വിശ്രമിക്കാൻ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഒട്ടകം ഒറ്റയ്ക്ക് എങ്ങോട്ടോ പോയി. അപ്പോൾ ഹൃദയത്തിനുള്ളിൽ കപടവിശ്വാസമുള്ള ആളുകളുടെ തനിനിറം പുറത്തു വന്നു. ചില ആളുകൾ ചില ഡയലോഗ് പറഞ്ഞു. തങ്ങളുടെ ഒട്ടകം എവിടെ എന്നൊരു ചോദ്യമുണ്ടായി. കസ്വ എവിടെ പോയി? കസ്വയെ കാണാൻ കിട്ടുന്നില്ല. 1-2 ആളുകൾ പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ്: ആകാശത്ത് നിന്ന് വഹി വരുന്നു എന്ന് പറയുന്ന ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകത്ത് നിന്ന് നിസ്കാരം കൊണ്ട് സമ്മാനവും വാങ്ങിച്ച് ഇസ്രാവും മിഅ്റാജും ചെയ്തു പോന്നു എന്ന് പറയുന്ന ഈ പ്രവാചകർ ഈ തബൂക്കിൻ്റെ പരിസരങ്ങളിലുള്ള എവിടെയെങ്കിലും തെറ്റിപ്പോയ ഈ ഒട്ടകത്തെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈ പ്രവാചകന് പറ്റുന്നില്ലല്ലോ. അത് ഹബീബിൻ്റെ ചെവിയിലെത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ അങ്ങനെയാണ്. ഒരു ചെറിയ കുഴപ്പം കിട്ടാൻ അങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. അത് ജനങ്ങളുടെ സൈക്കോളജി അങ്ങനെയാണ്. അത് നാട്ടിലെ ഖത്തീബ് ഉസ്താദാണെങ്കിലും വയൽ പറഞ്ഞ ഉസ്താദാണെങ്കിലും നാട്ടിലെ ഖത്തീബ് മുദരിസ് ആണെങ്കിലും സദർ ഉസ്താദാണെങ്കിലും ഒരു കുഴപ്പം കിട്ടുമോ എന്നിങ്ങനെ നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. അത് കിട്ടിയ പിന്നെ അവരതങ്ങ് ഏറ്റെടുത്ത് പിന്നെ അവരങ്ങ് ആഘോഷിച്ചോളൂ. അതുവരെ ഇങ്ങനെ ഉണ്ടാണ്ടങ്ങനെ നടക്കും. വലൈക്കും അസ്സലാം. ഒരു കുഴപ്പം കിട്ടിയാൽ ഇവരുടെ തനി സ്വഭാവം ശരിക്കും പുറത്തു വരും. തങ്ങളുടെ ഒട്ടകം എവിടെയാണെന്ന് പറഞ്ഞറിയിക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്നോ? ഇതെന്ത് റസൂലാണ്, എന്ത് നബിയാണ്? അപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട കസ്വ ഒരിക്കലും പിണങ്ങിപ്പോയതല്ല. എൻ്റെ കസ്വ ഇന്നാലിന്ന മുൾക്കൂട്ടങ്ങൾക്ക് ഇടയിൽ ചെന്ന് പെട്ടുപോയതാണ്. ആരെങ്കിലും ആ ഒരു മുൾക്കൂട്ടത്തിനടുത്തേക്ക് ചെന്ന് എൻ്റെ ഒട്ടകത്തെ ഒന്ന് കൊണ്ടുവരാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണേ. തങ്ങൾ ആ മുൾക്കൂട്ടമുള്ള സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞു കൊടുത്തു. പോയി നോക്കുമ്പോൾ ഒട്ടകം അവിടെ ഉണ്ടായിരുന്നു. ആ ഒട്ടകത്തെയും പിടിച്ചു കൊണ്ടുവന്നു സ്വഹാബിമാർ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. നോക്കണം, വഹീന്റെ വെളിച്ചം അള്ളാഹു ഹബീബിന് കൊടുത്തു. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നുകയാണ്, അത് നബി തങ്ങൾക്ക് അങ്ങനെ വല്ല കഴിവൊന്നും ഇല്ലേ എന്ന് തോന്നുന്ന ഒരു സാഹചര്യം കിട്ടിയപ്പോഴേക്കും ഖൽബിനുള്ളിൽ കിടക്കുന്ന നിഫാഖ്, കപടവിശ്വാസം പുറത്തു വന്നു. ഇതൊരു ഡേഞ്ചറാണ്. നമ്മളൊരു വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വഴിയിൽ വരുന്ന എന്ത് പ്രയാസവും എന്ത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ കരുത്തുറ്റ ഒരു വിശ്വാസം, ഒരു ഈമാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വേണം. അള്ളാഹു നമുക്കതുകൊണ്ട് അനുഗ്രഹിക്കട്ടെ. وَمِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا يُحِبُّونَهُمْ كَحُبِّ اللَّهِ وَالَّذِينَ آمَنُوا أَشَدُّ حُبًّا لِلَّهِ. സൂറത്തുൽ ബഖറയാണത്. വമിനൻ നാസ്, ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. യത്തഖിദൂന മിൻ ദൂനില്ലാഹി അൻദാദാ,
പടച്ചവനെയൊക്കെ 5 നേരത്തെ നിസ്കാരത്തിനും പള്ളിക്കും റമദാനിനൊക്കെ കണ്ട് ചുരുക്കിയിട്ട് ബാക്കി മുഴുവൻ സമയവും പടച്ചവനോട് കാണിക്കുന്ന വിധേയത്വം പോലെ, സ്നേഹം പോലെ മറ്റുള്ള ആളുകളെ പടച്ചവന് കൊടുക്കേണ്ട ആദരവും ബഹുമാനവും ഒന്നുകിൽ സ്വന്തം ശരീരത്തിന്, അല്ലെങ്കിൽ ഫുട്ബോളിന്, അല്ലെങ്കിൽ മ്യൂസിക്കിന്, അല്ലെങ്കിൽ സിനിമയ്ക്ക്, അല്ലെങ്കിൽ കലകൾക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടായ്മക്ക്, ഏതെങ്കിലും സംഘടനകൾക്ക്, ചില ചിന്തകൾക്ക്, പൈസയ്ക്ക്, ബിസിനസ്സിന്, പെണ്ണിന്, മദ്യത്തിന്, ലഹരിക്ക് എന്തെന്നില്ലാത്ത ആഗ്രഹം. ചില ആളുകൾ അങ്ങനെയാണ്. 6 മാസം ലഹരിക്ക് ചികിത്സ നടത്തിയിട്ട് 6 മാസത്തെ ചികിത്സ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരിക. ഇന്ന് രാവിലെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ഒരു മനുഷ്യൻ്റെ കഥ പറഞ്ഞതാ. അയാൾ മരിച്ചു, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. 6 മാസം കള്ളുകുടിക്ക് അടിമയായിട്ട് 6 മാസത്തെ ചികിത്സ. നമ്മുടെ തൊട്ടടുത്ത തിരൂരിലും മറ്റു പരിസരങ്ങളിലൊക്കെ അത്തരം ഹോസ്പിറ്റലുകളുണ്ട്. 6 മാസം കഴിഞ്ഞ് കൊണ്ടുവന്ന് ഒക്കെ നന്നായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് അതുവരെ കള്ളുകുടിയും അടിയും പിടിയൊക്കെ ആക്കിയപ്പോൾ സഹികെട്ടപ്പോൾ വീട്ടുകാരും നാട്ടുകാരൊക്കെ കൂടിയിട്ട് ചികിത്സക്ക് കൊണ്ടുപോയതാ. നാട്ടിലെത്തിയാൻ പറഞ്ഞു 6 മാസം കഴിഞ്ഞ് വരികയാണേ. ഉപയോഗിച്ചെന്നാൽ മുസല്ലൊക്കെ വാങ്ങിയിട്ട് നിസ്കാരം തുടങ്ങി നല്ല കുട്ടിയാകാൻ പോവുകയാണ്. പറഞ്ഞു, അല്ല നിങ്ങളൊക്കെ പെരക്ക് പോയിക്കോ, വീട്ടിലേക്ക് സാധനമൊക്കെ വേണ്ടേ, ഞാൻ സാധനം വാങ്ങിച്ചിട്ട് വരാമെന്ന്. നിങ്ങളൊക്കെ പോയിക്കോളി, ഇറങ്ങിക്കോളി. നമുക്ക് അങ്ങാടിയിൽ ഇറങ്ങി. അപ്പം എല്ലാവരും സമാധാനിച്ച് പഠിച്ചോനെ. പിന്നെ വന്നത് 4 കാലുമല. ആ മനുഷ്യൻ പിന്നെ ആത്മഹത്യ ചെയ്തു. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആലോചിച്ച് നോക്കൂ. ചില വസ്തുക്കളോടുള്ള ഹുബ്ബ് കൽബിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിക്കിട്ടുക പ്രയാസമാണ്. ومن الناس من يتخذ من دون الله أندادا. നമുക്ക് ജന്മം നൽകുകയും ഉമ്മയുടെ ഉദരത്തിലായി നമ്മളെ വളർത്തിക്കൊണ്ടുവരികയും ശ്വസിക്കാനും തിന്നാനും കുടിക്കാനും ജീവിക്കാനുമുള്ള സാഹചര്യങ്ങൾ നമ്മളറിയാതെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഉണ്ടായി വന്നതാണ്. അല്ലല്ല, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചു വെച്ച ഒരു റബ്ബുണ്ട്. അള്ളാഹു എന്ന പരിപാലകനുണ്ട്. അള്ളാഹു റബ്ബാണ്. പരിപാലിച്ചു കൈപിടിച്ചിങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നവനെ പോലെ. റബ്ബ യുറബ്ബി എന്ന് പറഞ്ഞാൽ, റബ്ബാ യുറബ്ബി എന്ന് പറഞ്ഞാൽ പരിപാലിക്കാനാ. ഒറ്റയ്ക്ക് മുണ്ടെടുക്കാൻ കഴിയാഞ്ഞിരുന്ന കുട്ടിക്ക് ആ ഉമ്മയാണ് വസ്ത്രമിട്ട് കൊടുക്കുന്നത്. ഒറ്റയ്ക്ക് തിന്നാൻ പറ്റാത്ത കുഞ്ഞിൻ്റെ വായിലേക്ക് സ്പൂണ് കൊണ്ട് അരച്ചിട്ടും അരക്കാതെയും കുഞ്ഞ് ടേസ്റ്റുള്ള ഭക്ഷണം ആ ഉമ്മയോ വാപ്പയോ വീട്ടുകാരോ വെച്ചു കൊടുക്കുകയാണ് കുഞ്ഞിൻ്റെ വായിലേക്ക്. ഇതാണ് തർബിയത്ത്. ആ കുട്ടിക്ക് പോലും അറിയില്ല എന്നെ ആരാണിത് ചെയ്യുന്നത്, എന്നെ ആരാണ് സഹായിക്കുന്നത്, അവരുടെ പേരെന്താ, നാടെന്താ ഒന്നും അറിഞ്ഞോളുന്നില്ല. ചെറിയ പ്രായമാണ്. ആരാണ് എന്നെ ഭക്ഷണം തന്നും ഉറക്കം വന്ന് കരയുമ്പോഴേക്കും താങ്ങിയെടുത്ത് കൈകളിലെടുത്ത് ഇങ്ങനെ റൂമിലൂടെ നടന്ന് ഉറക്കം വരുന്നവരെ ആ കുഞ്ഞിനെയും കൈപിടിച്ച് കൈ കടഞ്ഞ് തോളിലിട്ട് തോള് വേദനിച്ച് ആ കുഞ്ഞിനെ തൊട്ടിൽ കൊണ്ടുപോയി കിടത്തുമ്പോഴും കുഞ്ഞറിഞ്ഞില്ല ആരാണ് എന്നെ ഈ ഉറക്കി കിടത്തുന്നത് എന്ന്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അല്ലാഹു പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ ആദ്യത്തെ വാക്കെന്താണെന്നറിയോ? റബ്ബ്. ഞാൻ നിങ്ങളെ പരിപാലിച്ചവനാ, നിങ്ങൾക്കറിയില്ലായിരുന്നു അത്. നിങ്ങൾ വിചാരിച്ചു അതൊക്കെ ജനിക്കുമ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. അല്ല. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അള്ളാഹുവിന്റെ പേര് പോലും അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നബിയേ, ആരാണോ ഇവിടെ സൃഷ്ടിപ്പ് നടത്തിയത് ആ പരിപാലകന്റെ നാമത്തിൽ അങ്ങ് വായിക്കണം. അതാരാ നിങ്ങൾ കണ്ടുപിടിച്ചോ, അന്വേഷിച്ചോളൂ. ആരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്? ഇത് വെറുതെ ഉണ്ടാവോ? ഉണ്ടാവില്ല. നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയതാണോ? അല്ല. നമ്മൾ വരുന്നതിൻ്റെയും എത്രയോ ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചം, ഈ ഭൂമി, ഇതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മൾ കൊണ്ടുവന്നതുമല്ല. അപ്പൊ പിന്നെ ഒരാളിത് ഉണ്ടാക്കിയതാണ്. ആ റബ്ബിനെയാണ് നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ഖുർആൻ പാരായണവും പടച്ചവനോടുള്ള കമ്മിറ്റ്മെന്റ്, നമ്മുടെ വസ്ത്രവിധാനം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ നടത്തം, നമ്മുടെ പെരുമാറ്റം, ഇതൊക്കെ ആ റബ്ബിനനുസരിച്ച് ചെയ്യേണ്ടതിന് പകരം
ചില സ്റ്റാറുകൾ, അവരുടെ ഹെയർ സ്റ്റൈലുകൾ, അവരുടെ ടാറ്റൂകൾ, അവരുടെ നെക്കിൽ കിടക്കുന്ന നെക്ലേസുകൾ, അവരിടുന്ന ചില വളകൾ, അവരിടുന്ന ചില പ്രത്യേകം മോതിരങ്ങൾ, അവരിടുന്ന ചില പ്രത്യേക ട്രൗസറുകൾ, അവരിടുന്ന പ്രത്യേകം ചില ടീഷർട്ടുകൾ. എന്തിനെന്നറിയോ? ആ സ്റ്റാറിനറിയില്ല ഇത്ര വലിയ ഫാൻസിൻ്റെ ബാക്കിലുണ്ട്. എവിടെയോ കിടക്കുന്ന ഈ നമ്മുടെ കുന്നമംഗലത്തെ പന്തീർപ്പാടത്തെ ചെറുപ്പക്കാരൻ ആ ഒരു സ്റ്റാറിൻ്റെ നമ്പറിലുള്ള ജേഴ്സിയോ അല്ലെങ്കിൽ അയാളുടെ ഹെയർ സ്റ്റൈലോ ഇവിടെ കോപ്പി ചെയ്ത് നടക്കുന്നുണ്ടെന്ന് ആ മനുഷ്യനറിയോ? അദ്ദേഹം കിടക്കുന്നത് ന്യൂ ജേഴ്സിയിലായിരിക്കും. ഇവിടെ പന്തീർപ്പാടത്ത് നടക്കുന്ന കഥ അയാൾ അറിയുന്നുണ്ടാവോ? എന്തിനെന്നറിയോ? അയാളെ ഇഷ്ടമാണ്. അപ്പം അങ്ങ് ചാനലുകാർ ചോദിക്കും, കുട്ടിക്ക് ആരെ ഇഷ്ടം? പറയും, എനിക്ക് നമ്മുടെ കൊറിയയിലെ സിംഗേഴ്സിനെ കിട്ടിയ തിരക്കേടില്ലായിരുന്നു. MTS എന്തല്ലോ പറയല്ലേ, PTS. ആ കുട്ടികളെ കണ്ട പോലെ കൂടെ സെൽഫി എടുക്കാൻ പൂതിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും. ഞാനിപ്പോൾ എന്തിനാ പോലെ പേര് പറഞ്ഞ പോലെ ഫേമസ് ആക്കുന്ന നമുക്കൊക്കെ അറിയുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകളെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അള്ളാഹുവിടെ ഇടപെടുകയാണ്. എനിക്ക് തരേണ്ട സ്നേഹം, എനിക്ക് നിങ്ങൾ കരുതി വെക്കേണ്ടിയിരുന്ന ആ മനസ്സിൻ്റെ ഉള്ളിലെ ഇരിപ്പിടം ഒന്നും ചെയ്യാൻ കഴിയാത്ത ചില മനുഷ്യർക്ക് നിങ്ങൾ കൊടുത്തല്ലേ? അത്രക്ക് വേണ്ടില്ലായിരുന്നു. അപ്പോൾ ഈ കൊറിയൻ പാട്ടുപാടുന്ന ഈ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് കുറേ കൊറിയൻ സീരിയലുകൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതൊക്കെ പഠിച്ചിട്ട് സൗത്ത് കൊറിയയിലോ ഒക്കെ പോയിട്ട് വല്ല ഡിഗ്രി എടുക്കാനുള്ള പരിപാടിയായിരിക്കും, ഭാഷ പഠിക്കാൻ. വെറുതെ ഒന്നും തിരിയില്ല, എന്നാലും കണ്ടിരിക്കാൻ. കുറച്ച് കഴിഞ്ഞാൽ തിരിയല്ലോ എന്ന്. അപ്പോൾ തിരിയാൻ തുടങ്ങും. പിന്നെ അങ്ങനെ അഡിക്ഷൻ കൂടി വന്ന് മുഴുവൻ സമയവും മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇത്. അപ്പം നിസ്കാരത്തിൻ്റെ നേരം അത് കഴിയട്ടപ്പം ആയിട്ട് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ സുബൈ വരെ സമയമുണ്ടല്ലോ. ഇങ്ങനെ ഇരുന്ന് മണിക്കൂറുകളോളം കഴിഞ്ഞ് ഒന്നുമില്ലാണ്ട് കിടന്നുറങ്ങിപ്പോവാം. അള്ളാഹു പറയാണ്, വമിനന്നാസ്, ഞാൻ പടച്ച് ജീവിതം കൊടുത്ത എൻ്റെ സൃഷ്ടികളായ മനുഷ്യരിൽ ഒരു വിഭാഗം, മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ, അള്ളാഹുവിനെ മാറ്റിവെച്ച് മറ്റു പലരെയും ആരാധ്യനെ പോലെ കാണുന്ന പലരും മനുഷ്യരിലുണ്ട്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, പടച്ചവനെ സ്നേഹിക്കേണ്ട പോലെ ഇവരെയൊക്കെ ഇവർ സ്നേഹിക്കുകയാണ്, ഈ വസ്തുക്കളെ അവർ ഇഷ്ടപ്പെടുകയാണ്. ഇവിടെ അള്ളാഹു ഒരു കാര്യം പറഞ്ഞതിൻ്റെ താഴെ, അതാണ് ഏറ്റവും മനോഹരം. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, എന്നാൽ സത്യവിശ്വാസികൾ അള്ളാഹുവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരാണ്. നമുക്ക് പടച്ചവനോട് ആ സ്നേഹം തോന്നിയിട്ടുണ്ടോ? പേടിച്ചിട്ടുണ്ടാവും പടച്ചവനെ, അള്ളാഹിനെ അനുസരിക്കുന്നുണ്ട്, പക്ഷെ പടച്ചവനോടൊരു സ്നേഹം എന്ന് പറയുന്നൊരു മഹബത്ത് നമ്മുടെ ഖൽബിലേക്ക് വന്നിട്ടുണ്ടോ? അള്ളാഹ് പറയാണ്, ഈമാനുള്ളവർ എന്നെ സ്നേഹിക്കുന്നവരാണ്. സ്നേഹിക്കുന്നവർക്ക് കാണാൻ കൊതി വരും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റസൂലിൻ്റെ രാത്രികാലങ്ങളിലെ നിസ്കാരങ്ങളിൽ നമ്മുടെ റസൂൽ ഏറ്റവും കൂടുതൽ ആരാധന ചെയ്ത നബിയാണ്. ആരാധന, നിസ്കാരം, ദിക്റും ഇസ്തിഗ്ഫാറും. എൻ്റെ ഹബീബ് പാതിരാത്രിയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചെവി വെച്ച് കേൾക്കാറുണ്ട്. എൻ്റെ ലോകത്തിൻ്റെ ഗുരു, എൻ്റെ ഭർത്താവായ, എൻ്റെ ഉപ്പയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ, ലോകത്തിൻ്റെ റസൂലായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുന്ന ദുആകളിൽ ഞാൻ കേൾക്കാറുണ്ട്, അല്ലാഹുമ്മ ലാ തഹ്രിംനി ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖാഇക ഫീ ഗൈരി ളറാഅ മുദിറത്തിൻ വലാ ഫിത്നത്തിൻ മുദില്ല. കാരുണ്യവാനായ റബ്ബേ, ശാന്തമായ രാത്രിയിൽ
ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്താൻ ഇലക്ട്രിസിറ്റി ഇല്ലാതിരുന്ന ഒരു മക്കയെ, ഒരു മദീനയെ നമ്മൾ ഓർക്കുകയാണ്. ബഹളങ്ങളില്ല, ഹോണടി ശബ്ദങ്ങളില്ല, ടയറുകളിൽ ഓടുന്ന വാഹനങ്ങളില്ല. ശാന്തമായ ആ രാത്രിയിൽ ഹബീബിന്റെ മുസല്ലയിൽ കിടന്ന് സുജൂദിൽ കിടക്കുമ്പോൾ പടച്ചവനെ, അല്ലാഹുമ്മ ലാ തഹരിംനി ലദ്ദത്തൻ നസ്രി ഇലാ വജ്ഹിക്, നിന്റെ പരിശുദ്ധമായ വജ്ഹിലേക്ക് നോക്കാനുള്ള സൗഭാഗ്യം എനിക്ക് തരണമേ. ഹബീബിന്റെ ദുആയാണ്. അല്ലാഹു നിന്നെ എനിക്ക് കാണിച്ചു തരണം. ആഗ്രഹം വരുന്ന അത് മഹബ്ബത്താണ്. والشوق إلى لقائك في غير ضراء مضرة ولا فتنة مضلة. ഒരു പ്രയാസവുമില്ലാതെ, ഒരു ഫിത്നയിലേക്കും പോകാതെ, വഴിതെറ്റിയ ഒരു ചിന്തകളിലേക്കും പോകാതെ, റബ്ബേ നിന്നെ വന്ന് കാണാൻ, നിന്റെ മുമ്പിൽ നിൽക്കാൻ, നിന്റെ പരിശുദ്ധമായ വജ്ഹു ഷരീഫിന്റെ മുമ്പിലുള്ള കോടാന് കോടി പ്രകാശത്തിന്റെ മറകൾ നീങ്ങിയിട്ട് റബ്ബേ നിന്റെ വജ്ഹ് അതെങ്ങനെയാണെന്ന് പോലും ചിന്തിക്കുക സാധ്യമല്ലാത്ത ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ, റബ്ബിനെ പോലെ, അല്ലാഹുവിനെ പോലെ തുല്യമായിട്ടോ അതുപോലെയെന്നോ ചിന്തിക്കാവുന്നതൊന്നും നിങ്ങളുടെ ചിന്തകളിൽ പോലുമില്ല എന്ന് റബ്ബ് തആല പറഞ്ഞ ആ റബ്ബിനെ എനിക്ക് കാണിച്ചു തരണേ, എനിക്ക് കാണാൻ വിധി കൂട്ടണേ റബ്ബേ, നിന്റെ പരിശുദ്ധ മുഖം എനിക്കൊന്ന് കാണണം എന്ന് എൻ്റെ റസൂൽ ദുആ ചെയ്തിരുന്നുവെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഹുബ്ബ് ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ. ചില ഹുബ്ബ് അങ്ങോട്ടുണ്ടാവും, പ്രകൃതിയാ ഉണ്ടാവും. ഈ പറയുന്ന ഹുബ്ബ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഏതുപോലെ എന്നറിയോ? ചില മരുന്നുകൾ അങ്ങനെയാണ്. അത് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഇതെൻ്റെ രോഗം മാറാൻ ഞാൻ കുടിച്ചല്ലേ പറ്റൂ, കഴിച്ചല്ലേ പറ്റൂ എന്ന് പറയുമ്പോൾ ആ മരുന്ന് നമ്മളറിയാതെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. പിന്നെ അതിനോട് വെറുപ്പുണ്ടാവില്ല. ചോദിച്ചു വാങ്ങിച്ചു കുടിക്കും. എന്തേ? അത് കുടിച്ചെങ്കിലല്ലേ എൻ്റെ അസുഖം മാറുള്ളൂ എന്നതുപോലെ ഖൽബിലേക്ക് അങ്ങനെ ഒരു സ്നേഹം വന്നില്ലെങ്കിൽ പോലും അല്ലാഹുവിനോട് ആ സ്നേഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ കലിമത്തു ഷഹാദ നാവുകൊണ്ട് ചൊല്ലിയാൽ തീരുന്നിടത്തല്ല ഈമാൻ കിടക്കുന്നത്. ഈമാൻ പൂർത്തിയാവണമെങ്കിൽ ആ ഷഹാദയോട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഭാഗത്തോടും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഭാഗത്തോടും ചില ദൗത്യങ്ങൾ നമുക്ക് നിർവഹിക്കാനുണ്ട്, ചില കടപ്പാടുകളുണ്ട്. അതുകൊണ്ടാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ പറയുമ്പോഴും മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്ന ഹ്യൂമൻ ബീയിങ് 3 തലങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒന്ന് നമ്മുടെ ബോഡി, അത് കഴിഞ്ഞാൽ നമ്മുടെ വികാരം, ആതിഫ, സ്നേഹം, ദുഃഖം, സങ്കടം, സന്തോഷം എന്ന് പറയുന്ന മനുഷ്യന്റെ വിചാരങ്ങൾ, അത് കഴിഞ്ഞാൽ മനുഷ്യന്റെ അഖല്, മനുഷ്യന്റെ ബുദ്ധി. ഈ 3 തലങ്ങളിലാണ് നമ്മുടെ ജീവിതം കിടക്കുന്നത്. എങ്ങനെ? നമ്മുടെ ശരീരം, ഈ ശരീരത്തിന് അല്ലാഹു തആല ആതിഫത്ത് നൽകിയിട്ടുണ്ടെന്ന സ്നേഹിക്കാനുള്ള കഴിവ്. വെറുക്കാനും പറ്റും, ഇഷ്ടപ്പെടാൻ പറ്റും, അനിഷ്ടം കാണിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ബുദ്ധി, അഖല്. ബുദ്ധിക്ക് ബോധ്യപ്പെട്ടതൊക്കെ നമ്മൾ ചെയ്തു കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മുടെ ആതിഫത്തിന്, നമ്മുടെ വികാരത്തിന് ബോധ്യപ്പെട്ടത്, നമ്മുടെ മനസ്സിന് ബോധ്യപ്പെട്ടത് നമ്മൾ ചെയ്തിരിക്കും. ഉദാഹരണം പറയാം. നുണ പറയുന്നത് തെറ്റാണ് എന്ന് ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലേ? എല്ലാവരും സമ്മതിക്കും നുണ പറയാൻ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല. പക്ഷെ നുണ പറയും, വഞ്ചിക്കും. അത് തടി കൊണ്ട് ചെയ്യും. എന്തുകൊണ്ട്? ബുദ്ധിയിൽ മനസ്സിലായിട്ടുണ്ട്, പക്ഷേ ഖൽബിലേക്ക് അതിനെ കിട്ടിയിട്ടില്ല. ആതിഫത്ത്, നമ്മുടെ വികാരവുമായി ആ ചിന്തയെ നമ്മൾ പൊതിഞ്ഞു കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ അഖലിൽ ബോധ്യപ്പെട്ടതിനെ നമ്മുടെ ശരീരം ചെയ്യണമെന്നൊരു നിർബന്ധമല്ല.
അതുകൊണ്ട് ചിന്തകളല്ല വിഷയം. അതുകൊണ്ട് പുണ്യനിബിധങ്ങളും ദീനും ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യന്റെ മനസ്സിനെയാണ്. ഉദാഹരണം പറയാം. മുആദ് ബിൻ ജബൽ എന്ന് പറയുന്ന 16 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഒരു ടീനേജർ, ഒരു ഹൈസ്കൂളിൽ പോകുന്ന കുട്ടി, ഒരു +2 പഠിക്കുന്ന കുട്ടി, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ആ ഒരു പ്രായം, അന്ന് +2 ഒന്നുമില്ലല്ലോ. മദീനയിലൂടെ ഇങ്ങനെ പോകുമ്പോഴേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ബിൻ ജബൽ എന്ന ഈ കൊച്ചുകുട്ടിയെ തങ്ങളരികത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നി വല്ലാഹി ഉഹിബ്ബുക യാ മുആദ്. മുആദേ, ഞാൻ അല്ലാഹുവിനെ സത്യം ചെയ്ത് പറഞ്ഞോട്ടെ, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് മുആദേ, എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് മുആദേ. എന്തായിരിക്കും മുആദ് എന്നവരുടെ മനസ്സിൽ വരിക? റസൂലായി പറയണത്, വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, പുണ്യ റസൂലേ, എനിക്ക് അങ്ങയോടും ഇഷ്ടമാണ്. ഖൽബിനെ നബി നിങ്ങൾക്ക് ഇടയ്ക്ക് കഴിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇഷ്ടത്തോടുകൂടെ പറഞ്ഞതാ. ഇഷ്ടമില്ലാത്തവരുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നുണയോ? അങ്ങനെ പറയാനൊന്നും വേണ്ട, ഉണ്ടായിരുന്നാൽ മതി. ഇഷ്ടമില്ല, അവന് വെറുതെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് കളവ് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണ്ട, ചെയ്യാൻ പാടില്ല. ഇഷ്ടമല്ലെങ്കിലും വെറുക്കേണ്ട ആവശ്യമില്ലല്ലോ. ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ വെറുക്കണമെന്ന് ലാസിമാന്നാ വിചാരം. അങ്ങനെയല്ല, ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വെറുക്കുന്നത്. അത് വിട്ടേക്ക്, ആ ന്യൂട്രായി നിന്നോട്ടെ. ഇഷ്ടമല്ല, വെറുപ്പില്ല, ന്യൂട്രാണ് ആയിക്കോട്ടെ, അത് നല്ലതാ. വെറുക്കുമ്പോൾ അതിന് ചില കാരണങ്ങൾ വേണം. ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സ്വലാഹ്, എല്ലാ നിസ്കാരം കഴിയുമ്പോഴും നിങ്ങൾ ചൊല്ലണേ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. ഒരു ദിക്ർ പഠിപ്പിച്ചു കൊടുത്തു പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞത് എങ്ങനെയെന്നറിയോ? ഇത് ചൊല്ലിയില്ലെങ്കിൽ കാണിച്ച് അങ്ങനെയല്ല, മുആദേ, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടം കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞിരട്ടെ, ഇത് ചൊല്ലാൻ മറക്കരുത് കേട്ടോ. മുആദ് എന്നൊരു പറയാം, മരിക്കുന്നവരെ ഞാനത് കളയില്ല. 34-ാമത്തെ വയസ്സിൽ മഹാൻ മരിച്ചു, വഫാത്തായി റളിയല്ലാഹു അൻഹു. 34 വയസ്സുള്ളപ്പോൾ വഫാത്തായ സ്വഹാബിയാണ്, വലിയ ആലിമായിരുന്നു. സ്വഹാബികളിലെ ഏറ്റവും വലിയ ആലിം ആരാന്ന് ചോദിച്ചാൽ ഈ സ്വഹാബിയാണ്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ് സ്വഹാബികളിലെ വലിയ ആലിം. സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്നതി ബിറത്വതി ഹജരിൻ എന്നാണ് ആ സ്വഹാബിയെ പറ്റി അറിയപ്പെടുക. തങ്ങള് ഖൽബിലേക്കാണ് നോക്കിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന യൂസുഫ് സ്വഹാബ, സ്വഹാബികളിൽ ഒരു യൂസുഫ് നബി എന്ന് പറയാൻ മാത്രമുള്ള സൗന്ദര്യമുള്ള ഒരു സ്വഹാബി ഉണ്ടെങ്കിൽ അതിലൊരാളാണ് മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. വേറെയും സുമുഖന്മാരായ സ്വഹാബിമാരുണ്ട്. ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ അതിസുന്ദരന്മാരാണ്. ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു, സുന്ദരന്മാരായ സ്വഹാബിമാരാ. പക്ഷെ അത് വലിയ സുന്ദരനായിരുന്നു ജരീർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. തൻ്റെ നാട്ടുകാരായ ആളുകളെ ഹബീബിനെ കാണാൻ വന്നപ്പോൾ ഒട്ടകപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങി ദിവസങ്ങളോളം എടുത്ത യാത്ര കഴിഞ്ഞ് പുണ്യ റസൂലിനെ കാണണമെന്ന കൊതിയോടുകൂടെ അങ്ങ് തിഹാമയിൽ നിന്ന് 10-15 ദിവസമെടുത്ത് യാത്ര ചെയ്ത് മദീനയിലേക്ക് വന്ന് ഹബീബാ നബി തങ്ങളുടെ പള്ളി അതാണ് എന്ന് കേട്ടപ്പോഴേക്കും ആ ഒട്ടകങ്ങളെയൊക്കെ ഒന്ന് സ്പീഡിൽ ഓടിച്ച് മദീന പള്ളിയുടെ അരികത്ത് തന്നെ അതിനെ ഒന്ന് കെട്ടിയിട്ട് ആ മുഷിഞ്ഞ് വിയർത്ത വസ്ത്രങ്ങളുമായി ഹബീബിനെ കാണാനുള്ള മോഹം കൊണ്ട് അവരൊക്കെ ഇറങ്ങി മസ്ജിദിലേക്ക് ഓടിച്ചെന്നപ്പോ അവരുടെ കൂടെ വന്ന ഈ സ്വഹാബി ജരീർ എന്നവർ റളിയല്ലാഹു അൻഹു ഇറങ്ങിയിട്ട് നേരെ കുളിക്കാൻ പോയി. കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി, അത്രയൊക്കെ പൂശി, വസ്ത്രമൊക്കെ നല്ല വസ്ത്രമൊക്കെ ഇട്ട് ഉഷാറായിട്ട് നാട്ടുകാരൊക്കെ റസൂലുള്ളാഹി തങ്ങളെ കണ്ട് കൈപിടിച്ചു, തങ്ങളെ മുത്തി, തങ്ങളോട് സ്നേഹം പറഞ്ഞു ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഈ സ്വഹാബി ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, നബിയെ, ഞങ്ങളൊക്കെ ഒരുമിച്ച് വന്നവരാന്ന് പറഞ്ഞു, എൻ്റെ നാട്ടുകാരാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു. ചെറുപ്പക്കാരനാണ് ജരീർ റളിയല്ലാഹു അൻഹു.
പുണ്യനബി തങ്ങൾ പറഞ്ഞു, ജരീറേ, നിങ്ങളിൽ ഒരു സ്വഭാവമുണ്ട്, ആ സ്വഭാവം യുഹിബ്ബുഹുമല്ലാഹു വറസൂലുഹു, ആ സ്വഭാവം അല്ലാഹുവിനും അവൻ്റെ റസൂലിനും ഇഷ്ടമാണ്. അൽ ഹിൽമു വൽ അനാ, നല്ല പക്വതയും, വൽ അന, അവധാനതയും. ഒരു കാര്യം ചിന്തിക്കാതെ ധൃതിപ്പെട്ട് ചെയ്യുന്നതിന് പകരം ഒന്ന് ആലോചിച്ച് കാര്യത്തെക്കുറിച്ച് നിരീക്ഷണം നടത്തിയിട്ട് അവധാനതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുക എന്ന അനാ എന്ന സ്വഭാവവും അനാത്ത്. അൽ ഹിൽമു, സഹനവും ക്ഷമയും എന്ന് പറയുന്ന രണ്ട് സ്വഭാവം നിങ്ങളിലുണ്ട് ജരീറേ. ഇത് രണ്ടും അല്ലാഹുവിനും അവൻ്റെ റസൂലിനും ഇഷ്ടമാണ്. നമ്മൾ കുട്ടികളോടൊക്കെ പറയേണ്ട രീതി അതാണ്. മോനെ, ഇങ്ങനെ ചെയ്താൽ അല്ലാഹുക്കും റസൂലിനും ഇഷ്ടമാണ്. വലത് കൈകൊണ്ട് നീ ചായ കുടിക്കുമ്പോൾ, വലത് കൈകൊണ്ട് നീ എഴുതുമ്പോൾ, ലെഫ്റ്റ് ഹാൻഡഡായ മക്കളുണ്ടാവും, അവർക്ക് ഇപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല, അതിന് കുഴപ്പം, അവർ ഇടത്തെ കൈ കൊണ്ട് എഴുതിക്കോട്ടെ, പറ്റാത്തത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ അവരെ കൊണ്ട് എഴുതിപ്പിക്കാൻ പറ്റുമെങ്കിൽ വലത് കൈ കൊണ്ട് എഴുതിപ്പിക്കണം. എന്നിട്ട് പറയണം, ഇത് അല്ലാഹുവിൻ്റെ റസൂലിന് ഇഷ്ടമാണ് മോനെ. നമ്മൾ അങ്ങനെ പറഞ്ഞു നോക്കി, ആ കുട്ടിൻ്റെ ജീവിതത്തിൽ മാറ്റം വരും. മോനെ, നിസ്കരിക്കണ്ടേ, സമയമായല്ലോ, നേരത്തെ നിസ്കരിക്കണതേ, ജമാഅത്തിന് കൂടുന്നതേ അല്ലാഹു റസൂലിനും ഭയങ്കര ഇഷ്ടമാണ് മോനെ. അള്ളാഹിന്റെ റസൂൽ ഇഷ്ടപ്പെടും, അള്ളാഹു ഇഷ്ടപ്പെടും. ഈ മഹബ്ബത്തിന്റെ ശൈലിയാണ് പുണ്യനബി തങ്ങൾ സ്വീകരിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പെൺകുട്ടികള് സ്കൂളിൽ 3-ലോ 4-ലോ ഒക്കെ പോവാണ്, മോളെ തലക്കൊന്ന് മറച്ച അന്തസ്സിൽ അവർ മഫ്തക്കെട്ട് നീ എൻ്റെ ഷാളൊക്കെ ചുറ്റിയിട്ടൊന്ന് പോയി നോക്കിയേ, അല്ലാഹുവിന്റെ റസൂലിന് എന്ത് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പറയണം. ഇല്ലെങ്കിൽ വാപ്പ എന്നാ ഞാൻ പറഞ്ഞു കൊടുക്കൂട്ടോ, നല്ല ചുട്ടടി കിട്ടും. ഇതല്ല പറയേണ്ടത്. യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമാണ്. ഈ മനസ്സിനോടുള്ള സംവേദനം പുണ്യനബി തങ്ങളുടെയും ഖുർആനിൻ്റെയും ആശയങ്ങളിൽ കാണാൻ കഴിയും. ഹൃദയത്തോടാണ് ഖുർആൻ സംവദിക്കുക. ആ ഒരു വിഷയം നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ചെയ്യണമെന്നില്ല. ബോധ്യം അഖലിലാണ്, ഇഷ്ടം നിങ്ങളുടെ കൽബിലാണ്. കൽബിൽ നിങ്ങൾക്ക് ബോധിക്കുന്നത് നിങ്ങളുടെ ശരീരം അതിനനുസരിക്കാൻ റെഡിയാണ്. അതുകൊണ്ട് ഹുബ്ബ് വേണം. അതുകൊണ്ടാണ് റബീഉൽ അവ്വലാണെങ്കിലും അല്ലെങ്കിലും ഹബീബിനോടുള്ള സ്നേഹം നമ്മുടെ മക്കളുടെ കൽബിലേക്ക് കയറട്ടെ. അവരുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് ജീവിക്കാനില്ലേ? ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടുവരും. ഇപ്പൊ തന്നെ കാണുന്നില്ലല്ലോ, കണ്ടുവരും. ആ സ്നേഹം കൽബിലേക്ക് കയറട്ടെ. സ്നേഹിക്കപ്പെടാൻ ഏറ്റവും അർഹതയുള്ളത് അല്ലാഹുവല്ലേ, കാരുണ്യവാനായ റബ്ബല്ലേ, എല്ലാറ്റിനും കഴിവുള്ളവനായ അല്ലാഹുവല്ലേ. ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ഖ തവക്കുൽ, അല്ലെങ്കിൽ ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖുത് ത്വയ്ർ തഗ്ദൂ ഖിമാസൻ വതറൂഹു ബിതാനാ. ജോലിയാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ, കച്ചവടമാണ് നമ്മുടെ ബുദ്ധിമുട്ടെങ്കിൽ, നമ്മുടെ മുമ്പിൽ വരുമാനമില്ലെന്നതാണ് വിഷയമെങ്കിൽ, വീടില്ലെന്നോ മക്കളെ കെട്ടിച്ചില്ലെന്നോ കുഞ്ഞുങ്ങളായില്ലെന്നോ അവർക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ കാശില്ലല്ലോ പടച്ചവനെ, ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, ഇതെല്ലാം ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും തരാൻ കഴിവുള്ളവൻ അല്ലാഹു ജല്ല ജലാലുവാൻ. ചോദിച്ചാൽ അവൻ തന്നിരിക്കും. അതുകൊണ്ട് അവനെ അല്ലാതെ, ആ റബ്ബിനെ അല്ലാതെ ആരെയാ പിന്നെ നമ്മൾ സ്നേഹിക്കേണ്ടത്? ഇത്രമേൽ സ്നേഹം ആരോടാ സ്നേഹിക്കേണ്ടത്? നമുക്ക് ജീവിതത്തിൽ ഒരാൾ ഒരു 10 രൂപ, ഒരു 100 രൂപ, ഒരു 1000, ഒരു 10,000 നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ മരിക്കോളം നിങ്ങൾ അയാൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. എന്തെന്നറിയോ? ഇനിയൊരു 10,000 എപ്പോഴെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. അയാൾ ചിലപ്പോൾ ഈ വിളവ് പഠിച്ച ആളായിരിക്കും. ഒരിക്കൽ കൊടുത്താൽ അവിടെ വന്നോട്ടെ, എന്നെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പിന്നാലെ വന്നോളൂ എന്ന് വിചാരിച്ച മരിക്കണവരെ പിന്നെ തരൂല്ല. എന്തെന്നാ, ഇത് മനുഷ്യനെ അടിമയാക്കുന്നൊരു വിഷയമാണ്. ആ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ? അയാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ തരുന്നത് ആരാ? പടച്ചവൻ ചെയ്യുന്ന പണിയാണ്. ആ ഹെഡ് ഓഫീസിലേക്ക് നമ്മൾ പോകാതെ ഈ ബ്രാഞ്ചുകളിലേക്ക് പോയി നിൽക്കുമ്പോൾ നമ്മുടെ കൽബിൽ പടച്ചതമ്പുരാന് കൊടുക്കുന്ന സ്ഥാനം നമ്മളറിയാതെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾ അല്ലാഹുവിനോട് വേണ്ട വിധം തവക്കുല് ചെയ്താൽ, പുണ്യനബി നിങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനോട് നിങ്ങൾ കാര്യങ്ങൾ പടച്ചവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ
ഖൽബ് കൊണ്ട് അല്ലാഹു ജല്ല ജലാലുവാണ് കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കുന്നത്, മനുഷ്യനല്ല. ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകളല്ല, മനുഷ്യന്റെ സംവിധാനങ്ങളല്ല. ഇതെല്ലാം മനുഷ്യൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോലും ഈ മനുഷ്യന്റെ ജനനവും മരണവും നിയന്ത്രിക്കാനുള്ള അധികാരം പോലും ഈ മനുഷ്യർക്കില്ല. എപ്പോഴും അവരെ മരണം കീഴടക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ നിയമങ്ങൾക്ക് മാറ്റം വരും. അതുകൊണ്ട് ചില നിയമങ്ങളൊക്കെ അനക്സ്, തിരുത്തപ്പെട്ട നിയമപ്രകാരം എന്ന് പറയും. എന്തിനീ തിരുത്തുന്നത്? ഒരു തലമുറ മനസ്സിലാക്കി വെച്ച നിയമം അത് ശരിയാണെന്ന് വിചാരിച്ചു, അടുത്തൊരു തലമുറ വരുമ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇവ പറയും 2023 ആ ഒരു 302.2.1 എന്ന ക്ലോസിൽ വരുത്തിയ നിയമപ്രകാരം ഇങ്ങനെയാണ്. എന്തിനാണ് അങ്ങനെ മാറ്റം വരുത്തിയത്? അന്ന് തോന്നിയത് ശരിയായിരുന്നു, ഇപ്പത്തെ തലമുറ അത് ശരിയല്ല. എന്തുകൊണ്ടെന്നറിയോ? ഇത് ഉണ്ടാക്കിയത് മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യന്റെ ചിന്തകൾക്ക് പരിമിതി വരും. പക്ഷെ അല്ലാഹു ജല്ല ജലാലുവിന്റെ ശരീഅത്തിന് ഇത് ബാധിക്കുകയില്ല. അതുകൊണ്ടാണ് ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്, പടച്ചവന്റെ വാക്കുകൾക്ക് മാറ്റമില്ല എന്ന് പറയാൻ കാരണം.